പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കശകശ, അതായത് കസ്കസ്. ഇന്ന് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ജ്യൂസ് കടയിലൊക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ സർബത്ത് പോലെയുള്ളതൊക്കെ കുടിക്കുകയാണെങ്കിൽ അതിൽ അവർ ഇട്ട് തരുന്നത് കാണാം. അതായത് ഒരു ബ്ലാക്ക് സീഡ് പോലെ, കറുത്ത വിത്ത് പോലെ, ചെറിയ ഒരു സീഡ് പോലെ ആയിരിക്കുന്നത്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല വലുതായിട്ട് ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞൂടാത്തവർക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി അല്ലാതെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇത് ഇത്രയും ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ കശകശ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പലതരം രോഗങ്ങൾക്കും അതുപോലെ തന്നെ പല വിറ്റമിനുകൾ, അതുപോലെ ഫൈബർ, ഇതൊക്കെ അടങ്ങിയൊരു സാധനമാണ് ഈ കശകശ എന്ന് പറയുന്നത്. നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഫൈബറുകൾ, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെയിലി നമുക്കിത് പ്ലെയിൻ വെള്ളത്തിലാണെങ്കിലും നമുക്കിത് കലക്കി കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പൊട്ടാസ്യം, അതുപോലെ കാൽസ്യം, അയൺ, ഇതൊക്കെ അടങ്ങിയൊരു സാധനമാണ് ഈ കശകശ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു കശകശ എന്ന് പറയുന്നത് ഇത് നമ്മളൊരു പൗഡർ ഫോം പോലെ, അതായത് നമ്മൾ പൊടിച്ചിട്ടൊരു പൗഡർ ഫോം പോലെ ആക്കിയിട്ട് നമ്മളിത്, അതായത് തേനിലോ, ഒരു സ്പൂൺ തേൻ അല്ലെങ്കിൽ പഞ്ചസാരയിലോ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായില് പുണ്ണെന്ന് പറയും നമ്മൾ, അത് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് സ്ഥിരമായിട്ട് 2 നേരം, രാവിലെ ഒരു സ്പൂണ്, രാത്രി ഒരു സ്പൂൺ വീതം കഴിക്കുവാണെങ്കിൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലുകൾക്കൊക്കെ കുറച്ച് ബലം കൊടുക്കാനും ഏറ്റവും നല്ലതാണ്. അതുപോലെ പ്രതിരോധ ശക്തി, ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ കശകശ എന്ന് പറയുന്നത്. അതുപോലെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് ഇത്. നമ്മൾ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, നീർവീക്കമൊക്കെ ഉണ്ടാകുന്നവർക്ക് നമ്മൾ ആ നീര് പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്വെല്ലിംഗ് പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഇത് നമ്മൾ അരച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇത് പുരട്ടുവാണെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. അത് നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത് വെയിറ്റ് ലോസിനൊക്കെ നല്ലതായതുകൊണ്ട് നമ്മളിത് കഴിക്കുവാണെങ്കിൽ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ ഒരു സ്പൂൺ, നമ്മുടെ ടേബിൾ സ്പൂണിന് ഒരു സ്പൂൺ കശകശ ഇട്ട് നമ്മളൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര വെയിറ്റ് ലോസിന് വ്യത്യാസം, വെയിറ്റ് കുറയുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കുറച്ച് നമുക്ക് നന്നായിട്ട് വിശപ്പൊക്കെ കുറയുന്നതാണ്. നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ വയറിന് തന്നെ ഒരു ഫുൾ ആയതുപോലെ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് തോന്നും. അപ്പം ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. രാവിലെയോ വൈകിട്ടോ ഒരു നേരം നമ്മൾ ഈ കശകശ നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അതല്ല ഏറ്റവും നല്ലത് നമ്മൾ നാരങ്ങ വെള്ളത്തിലാണ്. കാരണം നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു സാധനമാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും വിറ്റമിൻ സി ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. കാരണം ലെമണിൽ നമുക്ക് സിട്രിക് ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് ഡെയിലി കഴിക്കാം. വെയിറ്റ് ലോസ് ആകാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രതിരോധ ശക്തിയും കൂടി ഉള്ളൊരു സാധനമാണ് ഈ കശകശ അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയുന്ന ഈ ഒരു സാധനം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഇതിന്റെ കമന്റ്സ് ഇടുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.